ഹായ് വ്യൂവേഴ്സ്. ഈ മഴക്കാലത്ത് എല്ലാവരും കഷ്ടപ്പെടുന്നത് തുണി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഇന്ന് ഞാനും ഒരു ക്ലോത്ത് ഡ്രയർ മേടിച്ചു. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇന്ന് അവർ അത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അസംബിൾ ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിട്ടാണ് തരുന്നത്. അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷനും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു പേപ്പറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മളത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചധികം പണിയുണ്ട് ഇത് നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് പല സാധനങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ നോക്കിയെങ്കിലും കുറച്ച് കൺഫ്യൂസ്ഡായി ഞാനിത് ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ആദ്യമേ നമ്മൾ ആ 2 വീലുള്ള ആ സ്റ്റാൻഡ് വയ്ക്കുക. അതിനുശേഷം അതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന തിന്നായിട്ടുള്ളൊരു സ്റ്റിക്കുണ്ട്. ആ സ്റ്റിക്ക് വെച്ചിട്ട് അത് രണ്ടും കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അത് കറക്റ്റ് അകലമൊക്കെ നോക്കിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മുകളിലേക്കുള്ള 2 സ്റ്റിക്ക് എടുത്ത് അത് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ആ ഹോളിലേക്ക് അത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പിന്നെ വെക്കുന്ന സമയത്ത് രണ്ടും ഒരേപോലെ തന്നെ വെക്കാൻ നോക്കുക. അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് ചെയ്യുന്നതാണ് നല്ലത്. എങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആവും ഈ സ്റ്റാൻഡൊക്കെ വെക്കുന്ന സമയത്ത്. ഇത് ഞാൻ ആദ്യമേ ഒന്ന് വെച്ചു, അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആദ്യത്തെ സ്റ്റെപ്പ് തെറ്റി എന്നുള്ളത്. അതിനുശേഷം പിന്നെ ഇത് അഴിച്ച് പണിത് അങ്ങനെ കുറേ സമയം എടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിച്ചത്. നിങ്ങളിത് വാങ്ങാൻ പ്ലാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അത്യാവശ്യം ഒരുപാട് ക്ലോത്ത്സ് നമുക്കിതിലിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിന് ആ വീലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഇതിലിട്ടതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കണമെങ്കിലൊക്കെ എളുപ്പമാണ്. കാരണം ഇതിൽ നിന്ന് തുണി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വീലുള്ളതുകൊണ്ട് നമുക്കത് ഉരുട്ടി വെക്കാൻ പറ്റുന്നതാണ്. ഇൻസ്ട്രക്ഷൻ ഞാൻ കാണിച്ച പോലെ അങ്ങനെ ഒരു ചെറിയ പേപ്പറിലാണ് വരുന്നത്. അത് നോക്കിയതിന് ശേഷം വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമേ ഈ സെക്കൻഡ് ആ ഒരു ലെയർ ഫില്ല് ചെയ്ത സമയത്ത് വെച്ച് അതിൻ്റെ സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് മനസ്സിലായത്. ഈ സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് നമുക്കത് തിരിച്ചായിരുന്നു ശരിക്കും വെക്കേണ്ടിയിരുന്നത്. അപ്പോഴാണ് അത് ഇല്ലെങ്കിൽ അതിനകത്ത് ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കിന് ആ കമ്പി ഒന്നും കൂടി താന്നു പോകും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം പിന്നെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതൊന്നും കൂടി അഴിച്ചു പണിതാണ് അതെടുത്തത്. ശരിക്കും ഈ മഴക്കാലത്താണ് ഈ തുണി ഉണക്കുന്ന ഒരു കഷ്ടപ്പാട് ഞാൻ മനസ്സിലാക്കിയത്. ഇതുവരെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് തുണി ഉണക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനാണ് മഴക്കാലത്ത് ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഡെയിലി വെയിൽ തെളിയുന്നൊന്നും നോക്കിയിരുന്ന് തുണി ഉണക്കി എടുക്കാനായിട്ടുള്ളൊരു ടൈമില്ലല്ലോ. അപ്പോൾ വീക്കിലി ആകെ സൺഡേ ആണ് ഓഫ് കിട്ടുന്നത്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് എല്ലാ ഡ്രസ്സും കൂടെ അന്ന് വെയിൽ കിട്ടണമെന്നില്ല. പൊതുവേ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന സൺഡേയ്സിൽ വെയിൽ കുറവായിരിക്കും, മഴ കൂടുതലുമായിരിക്കും. ലാസ്റ്റ് സൺഡേ ഒക്കെ നല്ല മഴയായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിത് മേടിച്ചത്. കാര്യം ട്രിവാൻഡ്രത്ത് എത്ര മഴയാണെങ്കിലും വലിയധികം തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫാൻ എന്തായാലും മസ്റ്റാണ്. അപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് ഇത് റൂമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻ ഇടുന്ന ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ടൊക്കെ കുറേയധികം തുണി ഉണങ്ങും. പിന്നെ ഇതിൽ അത്യാവശ്യം ഒരുപാട് തുണി നമുക്കിടാൻ പറ്റും. താഴത്തെ ആ സ്റ്റാൻഡ് നമുക്ക് എന്തെങ്കിലും ചപ്പലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, നനഞ്ഞിട്ടുള്ള ചപ്പലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിൽ വെക്കാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ആദ്യമേ സ്ക്രൂ ടൈറ്റ് ചെയ്തതും തെറ്റായിരുന്നു. അതിൻ്റെ എൻഡിലിടുന്നൊരു ബട്ടൺ പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ഞാൻ തിരിച്ചായിരുന്നിട്ട്, അതുകൊണ്ട് ഇത് ആദ്യമേ ടൈറ്റ് ആവുന്നില്ലായിരുന്നു. ഈ സ്റ്റെപ്പ് ശരിക്കും തിരിച്ചാണ് വെക്കേണ്ടത്. ആ സ്റ്റാൻഡിൽ വെച്ചേക്കുന്ന ഓപ്പൺ ആയിട്ട് വരുന്ന ആ പോർഷൻ തിരിച്ച് വെക്കണം. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് ഒരു ഓവൽ ഷേപ്പ് പോലെ അങ്ങനെ ഒരു തോണിയുടെ ഷേപ്പ് പോലെ അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ക്ലോത്ത്സ് അതിലിടാൻ പറ്റുന്നത്. അത് ഞാൻ ഈ കമ്പിയെല്ലാം വെച്ചതിന് ശേഷമാണ് അത് മനസ്സിലാക്കിയത്. അതിന് ശേഷം അത് ഞാൻ ഒന്നും കൂടി എടുത്ത് തിരിച്ച് വെച്ചു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആ ബ്ലൂ കളറിലുള്ള സംഭവങ്ങൾ നമുക്ക് എങ്ങനെ വെക്കണം, നേരെ വെക്കണോ തിരിച്ച് വെക്കണോ, അങ്ങനത്തെ കാര്യം പെട്ടെന്ന് നമുക്ക് അതിനകത്ത് പിക്ചർ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അതാണ് നമുക്ക് കുറച്ചൊരു കൺഫ്യൂസിങ് ആണ് ഇത് വെക്കുന്ന സമയത്ത്. ഈ സ്റ്റിക്ക് വെച്ച സമയത്ത് കുറേ പണിപ്പെട്ടു. സ്ക്രൂ ഒക്കെ ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ആ സ്റ്റിക്ക് വെച്ചു. ഒരു സൈഡിൽ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വെച്ച സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്ത് ഒന്നേന്ന് ആ സ്റ്റെപ്പ് ഫുള്ള് ആദ്യമേ തൊട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. ആദ്യമേ ആ സ്റ്റിക്ക് ഒരെണ്ണത്തിൽ വെച്ച് അടുത്തതിലും കണക്ട് ചെയ്തതിന് ശേഷം വേണം ആ സ്ക്രൂ ഒക്കെ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നീട് അത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വെച്ച് അത് ആ ഹോളൊക്കെ നല്ല ടൈറ്റാണ്. നമുക്ക് അതിനകത്തേക്ക് ആ സ്റ്റിക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഊരിയെടുക്കാനായിട്ടും കുറച്ച് പാടാണേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കി കുറേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണെങ്കിലും അതിൻ്റെ സ്റ്റീലാണ് ആ നടുക്കുള്ള സ്റ്റിക്കൊക്കെ വരുന്നത്. അപ്പം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും. ഒരുപാട് തുണിയൊക്കെ ഇടുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോവുമോ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്ലോത്ത്സ് അതിനകത്തിട്ട് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം വാഷിംഗ് മെഷീനകത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ ഇതിങ്ങനെ ഭയങ്കര
അത് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ തുണി ഇങ്ങനെ ഭയങ്കര തിങ്ങി ഞെരുങ്ങി അങ്ങനെ ഇട്ടുണക്കേണ്ട ആവശ്യം വരുന്നില്ല. ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ചെയ്ത് വിത്തിൻ ഒരു 5 ഡേയ്സിനകത്ത് തന്നെ ഡെലിവറി ചെയ്തു. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, ഒരാളുടെ എൻ്റെ ഏകദേശം അത്രയും ഹൈറ്റിൽ ഇത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു 3 ലെയർ ഉണ്ട് ശരിക്കും. ആ 3 ലെയറിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനത്തെ സ്റ്റിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ലെയറിൽ തന്നെ നമുക്കൊരു 10 ക്ലോത്ത്സ് എടുത്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വന്നേക്കുന്നത്. അതിനകത്ത് വെച്ചേക്കുന്ന സ്റ്റാൻഡൊക്കെ അങ്ങനെ തന്നെ ഡയറക്റ്റ് ഒരു ആ സ്റ്റിക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത്. അതപ്പം നമ്മൾ ഈ സ്റ്റാൻഡിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അതിനുള്ള സ്ക്രൂ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ശരിക്കും ഫിറ്റ് ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനാണ് എനിക്ക് ഇതിൻ്റെ ടെക്നിക്ക് പിടികിട്ടിയത്. അതുവരെ കുറേ കഷ്ടപ്പെട്ടു ഇത് എങ്ങനെ വെക്കണം എന്നുള്ളത്. അപ്പം വെച്ച് മുകളിലേക്ക് അടുത്ത ഒരു 3ാമത്തെ ലെയറൊക്കെ ആയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇത് എങ്ങനെ വെക്കണം എന്നുള്ളത്. നിങ്ങളിതൊക്കെ വാങ്ങാനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. കാര്യം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പ്രൈസ് വന്നത് ഈ വാങ്ങിച്ചതിന് ഏകദേശം 1600 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് ഇതിലും വിലക്കുറവിൽ എനിക്ക് തോന്നുന്നു 1400 തുടങ്ങിയിട്ട് ഈ പ്രോഡക്ട്സ് സെയിം കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂ ഉള്ളത് നോക്കി 4.8 ആയിരുന്നു ഇതിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നത്. അത്യാവശ്യം റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് നോക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് 1600 രൂപയാണ്. ആ ഒരു എമൗണ്ടിന് ഇത് നഷ്ടമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിപ്പോൾ നമുക്ക് മഴ കഴിഞ്ഞാലും വെറുതെ ക്ലോത്ത്സ് വലിച്ച് വാരിയിടാണ്ട് ഇതിലിട്ട് വെക്കാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഹാങ്ങറൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ് ലാസ്റ്റ് വെച്ചത്. അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതിൽ തന്നെ വെക്കണം എന്നില്ല. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഒരു ഫിനിഷിങ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഒക്കെ നല്ലതാണ്. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് വാങ്ങാൻ പ്ലാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.